കഴിഞ്ഞ മാസം വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒരു സിനിമ പ്രദർശിപ്പിച്ചു, ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കാണികളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് 24 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൈയടിച്ചു. വേൾഡ് റെക്കോർഡാണ്, 24 മിനിറ്റ്സ്. ഹിന്ദ് റജബ് 6 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെക്കൻ ഗാസയിലേക്ക് കാറിൽ ഫാമിലിയായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് വീണ് ഫാമിലിയിലെ എല്ലാവരും കൊല്ലപ്പെട്ടു. ഹിന്ദ് റജബ് മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ അവൾ രക്ഷപ്പെടാൻ വേണ്ടി ഫോൺ ചെയ്യാണ്. റെഡ് ക്രസൻറ്റ് സൊസൈറ്റിയിലെ അംഗങ്ങൾ ഫോൺ എടുത്തു. 2 പേര് ഈ അപകട സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. പക്ഷെ അവർ വഴിയിൽ വെച്ച് കൊല്ലപ്പെടുന്നു. പിന്നീട് ഹിന്ദ് റജബ് എന്ന 6 വയസ്സുകാരിയും കൊല്ലപ്പെട്ടു. അപ്പോൾ അവൾ ഫോൺ ചെയ്ത് അവളുടെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്, ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ്. ഈ സിനിമയ്ക്കാണ് 24 മിനിറ്റ് നീണ്ടു നിന്ന് കയ്യടി കിട്ടിയത്. ഹിന്ദ് റജബിനാണ് ഈ കയ്യടി കിട്ടിയത്. പക്ഷേ ഗാസയിൽ കൊല്ലപ്പെട്ടത് അവൾ മാത്രമാണോ? എത്രയോ പേര് ഗാസയിൽ കൊല്ലപ്പെട്ട നമ്പർ പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പേര് അറിയില്ല. ദർ ഓൾ ഇൻസിഗ്നിഫിക്കൻറ്റ്. വലിയ അപകടങ്ങൾ നടക്കുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് പത്രക്കാരെ റിപ്പോർട്ട് ചെയ്യുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കഥ പറയും, അത് നമ്മളറിയും. എത്രയോ പേരുടെ പേരും കഥകളും നമ്മൾ അറിയാതെ പോകുന്നു. ദേ ആർ ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇത് ഗോസ്പലിൽ പറയുന്നത് നമ്മൾ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് കരുതുന്നവരുണ്ട്, പക്ഷേ ദൈവത്തിന് എല്ലാവരും സിഗ്നിഫിക്കൻ്റാണ്. ദ ലെസ് സിഗ്നിഫിക്കൻ്റ് ഇൻ ദ സൊസൈറ്റി ഈസ് എക്സ്ട്രീംലി സിഗ്നിഫിക്കൻ്റ് ടു ഗാഡ്. ഈശോ പറയാണ്, ഈ ചെറിയവരെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം സ്വർഗത്തിലിവരുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആക്സസ് ഉള്ള ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് അവർക്ക്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇനി ചെറിയവരെന്ന് പറഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല. അവസാന വിധിയിൽ നീ എനിക്ക് ഫുഡ് തന്നു, ഡ്രസ്സ് തന്നു, ഷെൽട്ടർ തന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, എപ്പോഴാണ് ഞങ്ങളെ തന്നെ? അപ്പോൾ ഈശോ പറയുന്നത്, ഈ ചെറിയവർക്ക് നീ അത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തത്. അപ്പോൾ ചെറിയവരാരാ? ദ നീഡി വൺ, ദ ഇൻസിഗ്നിഫിക്കൻറ്റ് വൺ. നമ്മുടെ ജീവിതത്തിൽ ഇനി ഇൻസിഗ്നിഫിക്കൻ്റ് ആൾക്കാർ ഉണ്ടാവാതിരിക്കട്ടെ. ലോകം കൈയടിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്.